ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. ഐ എം ആദിത്യ, യുവർ ഇംഗ്ലീഷ് ബഡി. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് SSLC എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഈ ഒരു ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതെന്താണെന്നായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്രീസിയേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, മിസ്സേ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സീഡ്ലിംഗ് എന്നുള്ള പോം നമുക്ക് എക്സാമിന് ഇല്ല എന്നല്ലേ. അപ്പൊ എന്തായിരിക്കും അപ്രീസിയേഷൻ ചോദിക്കുക, കാരണം അതാണ് നമ്മൾ ഒരു പോം പഠിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് പഠിച്ചത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിന്റെ അപ്രീസിയേഷൻ ആണ് ചോദിക്കുക. നമ്മൾ ഇതുവരെ പോം അപ്രീസിയേഷനെ എഴുതിയിട്ടുള്ളൂ അല്ലെ. സോ പോം അപ്രീസിയേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിന്റെ അപ്രീസിയേഷൻ എക്സാമിന് ചോദിക്കാൻ 99.9% ചാൻസും ഉണ്ട്. ഓക്കെ, സോ അപ്രീസിയേഷൻ എഴുതേണ്ടത് നമ്മുടെ പോം അപ്രീസിയേഷൻ പോലെ തന്നെയാണ്, അതിന്റെ ഫോമാറ്റിൽ തന്നെയാണ്. നമ്മുടെ ഓഥറിന്റെ പേര് എഴുതണം, ടൈറ്റിലിന്റെ പേര് എഴുതണം. ഈ ഒരു പോയത്തിൽ കോമൺലി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ചുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവില് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ ഡ്രമാറ്റിക് സ്പീച്ച് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ and prepare an appreciation focusing on its persuasive techniques, tone and literary devices. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലിറ്റററി ഡിവൈസസുകൾ, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, ആ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ അല്ലെങ്കിൽ ഡ്രമാറ്റിക് സ്പീച്ചിൻ്റെ ടോൺ എന്താണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റൈൽ എന്താണ്, ഇതും എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെർട്ടിക്കുലർ പോം തരും അല്ലെങ്കിൽ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി ഡ്രമാറ്റിക് മോണോലോഗ് നിങ്ങൾക്ക് തരും. 4 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, കുറച്ചും കൂടി കൂടിയ മാർക്കിനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഡയറക്ട്ലി ഇങ്ങനെ ലൈൻസ് ഒന്നും തരാതെ ഫുൾ ആ ഒരു ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ നിങ്ങൾ പഠിച്ച ആ ഒരു പോർഷന്റെ അപ്രീസിയേഷൻ എഴുതാനും എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കറക്റ്റ്, യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലുപ്പേക്കൾ I thrice presented him a kingly crown which he did thrice refuse. അല്ലേ, നമ്മുടെ ആ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ തന്നെ ഉള്ള ഒരു പോർഷൻ ആണ്. Was this ambition? Yet Brutus says he was ambitious, and sure he is an honorable man. I speak not to disprove that Brutus spoke, but here I am to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? O judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me, my heart is in the coffin, there with Caesar, and I must pause till it come back to me. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പോർഷന്റെ ആ ഒരു ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ അപ്രീസിയേഷൻ എഴുതുക, ഒരു പോം അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ലിറ്റററി വർക്കിന്റെ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് ആയിക്കോട്ടെ, ഒരു സ്റ്റോറി ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെ. അത് പോത്തിന് മാത്രമുള്ള ഒരു കാര്യമല്ല അപ്രീസിയേഷൻ എന്നുള്ളത്. നമുക്ക് ഏതൊരു ലിറ്റററി ഡിവൈസും നമുക്ക് വായിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിലെ ഗുണങ്ങൾ എന്തൊക്കെയാ തോന്നിയത്, അത് നമ്മൾ എങ്ങനെയാണ് അട്രാക്ട് ചെയ്തത്, ഈ കാര്യങ്ങൾ എഴുതുന്നതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറയാം. അപ്പൊ ടൈറ്റിൽ ഓഫ് ദ പോം, ഹിയർ ദ ടൈറ്റിൽ ഓഫ് ദ ഡ്രമാറ്റിക് സ്പീച്ച്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിന് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ പെർസസീവ് ടെക്നിക്സും ടോണും ലിറ്റററി ഡിവൈസസുകളും എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു ഫ്രണ്ട്സ് റോമൻ കൺട്രിമാൻ എന്നുള്ള പോർഷനിൽ നിന്നാണ് എടുത്തത് എന്നുള്ളത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇതിന്റെ റൈറ്റർ അല്ലെ, നമ്മുടെ വില്യം ഷേക്സ്പിയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 6 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വില്യം ഷേക്സ്പിയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഈ ഒരു ഓവറോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർ ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിന്റെ കോൺസെപ്റ്റ് എന്താണ്, തീം എന്താണ്, ആൻഡ് ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ പറയുന്ന ബ്രീഫായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്ന് വളരെ 1-2-3 സെന്റൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ബ്രീഫായിട്ട് എഴുതാം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ലിറ്റററി ഡിവൈസസുകൾ, പോയറ്റിക് ഡിവൈസസ് അല്ല, ലിറ്റററി ഡിവൈസസുകൾ ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ അപ്രീസിയേഷൻ നിങ്ങളത് കൊടുക്കാം. ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിൽ ഏത് ഭാഗമാണ് നിങ്ങളെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യിപ്പിച്ചത്, അത് ഓപ്ഷണൽ ആണ്, പക്ഷെ കൊടുത്താൽ നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചും കൂടി ഇംപ്രസീവ് ആവും. നോക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് തരും. അപ്പം നിങ്ങളുടെ പേഴ്സണൽ അപ്രീസിയേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻസ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭമാവാം, സിറ്റുവേഷൻ ആവാം. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷന്റെ ഈ ഒരു ഗിവൺ ലൈൻസിന്റെ അപ്രീസിയേഷൻ നമുക്ക് എഴുതാം.
അപ്പൊ നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം വേണമെങ്കിൽ അപ്രീസിയേഷൻ of the dramatic speech or the dramatic monologue friends Roman countryman എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഹെഡിങ് കൊടുക്കാം. നമ്മൾ എങ്ങനെയാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. The given lines are taken from the famous funeral speech of Mark Antony in William Shakespeare's play Julius Caesar. ഒരു 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സെപ്റ്റ് ടേക്കൺ ഫ്രം ഈ ഒരു ഫ്യൂണറൽ സ്പീച്ച് എന്നാണ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഇതൊരു 6 മാർക്ക് 8 മാർക്ക് ആ ഒരു കുറച്ചും കൂടി ഹയർ മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വില്യം ഷേക്സ്പിയറെ പറ്റിയിട്ട് 2 വാക്ക് എഴുതാം. ജൂലിയസ് സീസർ എന്നുള്ള ഡ്രാമേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എഴുതാം. അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ മാർക്കിനനുസരിച്ച് ആഡ് ചെയ്ത് വരണം കേട്ടോ. In the speech, Mark Antony or Antony speaks about Caesar's death and tries to make the Roman people understand that Caesar was not ambitious. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു ഡ്രമാറ്റിക് സ്പീച്ചിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. He does this in a clever and emotional way. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? വളരെ ക്ലെവർ ആയിട്ട് ഇമോഷണൽ വേയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ടോണിലാണ് ഈ ഒരു സ്പീച്ച് നടക്കുന്നത്. ആന്റണി യൂസസ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ പ്രത്യേകം നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിക്കുന്നുണ്ട് പെർസ്വേസീവ് ടെക്നിക്സ് അല്ലെങ്കിൽ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെ ടെക്നിക്സ് ആണ് വില്യം ഷേക്സ്പിയർ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളൊരു സ്പീച്ച് ഒക്കെ നടത്തുമ്പോൾ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആൾക്കാരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സ്പീച്ച് നടത്തുന്ന ആൾക്കാർ അവരെ ഒന്ന് വേക്കപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? 1949 എന്ത് സംഭവിച്ചു എന്നൊക്കെ വെറുതെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് പറയുന്നത്. സോ ഇതുപോലെ ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. മേക്ക് ദ പീപ്പിൾ ടു തിങ്ക് അബൌട്ട് സീസേഴ്സ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ ഹി ആസ് വാസ് ദിസ് അംബീഷൻ. ഇത് അംബീഷൻ ആണോ? സീസർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മാർക്ക് ആന്റണി ചോദിക്കുന്നുണ്ട് ഇത് അംബീഷൻ ആണോ എന്നുള്ളത് അല്ലെ. സോ അത് അല്ലാന്നുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആൾക്കാരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പെർസ്യൂ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം, മാർക്ക് അല്ലെങ്കിൽ പോട്ടോ. സോ ആഫ്റ്റർ ടെല്ലിംഗ് ദം ദാറ്റ് സീസർ refused the crown 3 times, the people know that refusing a crown does not seem like the action of an ambitious person. അപ്പം 3 പ്രാവശ്യം ക്രൗണ് റെഫ്യൂസ് ചെയ്തു എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ ആ ഒരു മോണോലോഗിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇവന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു പോത്തിലുള്ള അല്ലെങ്കിൽ ആ ഡ്രമാറ്റിക് സ്പീച്ചിലുള്ള ഇവന്റ്സ് എന്ത് ചെയ്യണം? കണക്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ആന്റണി മേക്സ് ദം ഡൗട്ട് ബ്രൂട്ടസ് സ്റ്റേറ്റ്മെന്റ്. ആന്റണി ഓൾസോ യൂസസ് റെപ്പറ്റീഷൻ. അടുത്തത് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്, റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹി റിപ്പീറ്റഡ്ലി സേസ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഈ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോൾ നമ്മള് അദ്ദേഹത്തിന് നല്ല സത്യസന്ധനായ മനുഷ്യനായിരിക്കും എന്നൊക്കെയാണ് ആദ്യം വിചാരിക്കുന്നത്. പിന്നെ ഇത് റിപ്പീറ്റഡ്ലി ഒരുപാട് തവണ പറയുമ്പോൾ നമുക്ക് എന്താവും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓഡിയൻസിന് കുറച്ച് ഡൗട്ട്ഫുൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. സോ അതെന്താണ്? അത് വളരെ ഐറണിക്കൽ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതിന് നമുക്ക് റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നു എന്ന് പറയാം കേട്ടോ. റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഐറണി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, വേർബൽ ഐറണി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അറ്റ് ഫസ്റ്റ് ദീസ് വേർഡ്സ് സൗണ്ട് ലൈക്ക് പ്രൈസ് ഫോർ ബ്രൂട്ടസ് പറഞ്ഞ കാര്യമാണ്. ബട്ട് ആസ് ആന്റണി ഗിവ്സ് മോർ എക്സാമ്പിൾസ് ഓഫ് സീസേഴ്സ് ഗുഡ്നെസ് the repeated words become ironic. Okay, the people slowly begin to question whether Brutus is really honorable, and Antony also reminds the people that they once loved Caesar. He asks, you all did love him once, not without cause. This makes the people remember their earlier feelings for Caesar and create sympathy for him. ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇവന്റ്സ് തന്നെ കുറച്ചും കൂടി ഈ ഒരു റെപ്പറ്റീഷൻ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ദ ടോൺ ഓഫ് ദ സ്പീച്ച്. അടുത്തതാണ് ടോൺ ഓഫ് ദ സ്പീച്ച്. എന്താണ് ടോൺ ഓഫ് ദ സ്പീച്ച്? ത്രൂ ഔട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് പ്രൈസ് ചെയ്യുന്നത് പോലെ പറയുന്നു, പിന്നെ കുറച്ച് ഇമോഷണൽ ആകുന്നു, മെലങ്കോലിക് ആകുന്നു, അങ്ങനെ ടോൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അറ്റ് ഫസ്റ്റ് ആന്റണി ഈസ് കാം ആൻഡ് റെസ്പെക്ട്ഫുൾ. ഭയങ്കര കാമായിട്ട് ബ്രൂട്ടസിന് റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുന്ന പോലെയാണ് ഫസ്റ്റ് നമുക്ക് ആ ടോണ് തോന്നും. ഹി ഡസ് നോട്ട് ഓപ്പൺലി അറ്റാക്ക് ബ്രൂട്ടസ്. ഓപ്പൺലി എന്ത് ചെയ്യുന്നില്ല? ബ്രൂട്ടസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. Later his tone becomes questioning and persuasive as he asks the people to think about Caesar's action. പിന്നെ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ആ ടോൺ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ അല്ലെ, ഈ ഓഡിയൻസിനെ അല്ലെങ്കിൽ ആ നാട്ടിലെ സബ്ജക്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ, അവരെ പെർസ്യൂ ചെയ്യുന്നത് പോലെ ആ ടോൺ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്.
Towards the end, the tone becomes sad and emotional. നമ്മൾ പറഞ്ഞ പോലെ ഈ പോയത്തിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ഡ്രമാറ്റിക് മോണോലോഗിന്റെ ലാസ്റ്റ് ആവുമ്പോഴേക്കും ആ ഒരു ടോൺ വളരെ ഇമോഷണൽ ആൻഡ് സാഡ് മെലങ്കോളിക് ആയിട്ട് മാറുന്നുണ്ട്. ആന്റണി സേസ് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫിൻ although with Caesar. This shows how deeply he is affected by Caesar's death. His sadness also makes the crowd feel sympathy for Caesar. Shakespeare uses many literary devices to make the speech powerful. He uses repetition in Brutus. Brutus says he was ambitious, and he uses rhetorical questions like, was this ambition to make the people think? The word honorable is used ironically to make people doubt Brutus. പിന്നെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓ ജഡ്ജ്മെന്റ്, ജഡ്ജ്മെന്റിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകിയിട്ട് ജഡ്ജ്മെന്റിനോട് സംസാരിക്കുന്നത് പോലെ പറയുന്നുണ്ട്. സോ ഹിയർ വില്യം ഷേക്സ്പിയർ യൂസസ് ദ ലിറ്റററി ഡിവൈസ് personification. Okay, Antony also uses emotion and contrast to show Caesar's goodness and make the people feel sympathy for him. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ആന്റണീന്റെ ക്ലെവർ സ്പീക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് എങ്ങനെയാണ് കൺവേ ചെയ്തത് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഷോർട്ട് കുട്ടി പാരഗ്രാഫിൽ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ് കേട്ടോ. സോ ദ സ്പീച്ച് ഈസ് എ ബ്രില്യൻറ്റ് എക്സാമ്പിൾ ഓഫ് പെർസ്യൂസീവ് ആൻഡ് ഇമോഷണൽ സ്പീക്കിംഗ്. ആന്റണി ഡസ് നോട്ട് ഡയറക്ട്ലി ടെൽ ദ പീപ്പിൾ ദാറ്റ് ബ്രൂട്ടസ് ഈസ് റോങ്. Instead, he uses questions, repetitions, irony, and emotional words to make them reach that conclusion themselves. So his calm beginning and emotional ending make the speech very powerful. Overall, Shakespeare presents Antony as a clever speaker who can strongly influence the feelings and thoughts of the Roman people. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് എമിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെ പോവുക. സോ ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.